വസ്തു ഈടുവെച്ച് വായ്പ എടുക്കുന്നവർക്ക് തിരിച്ചടിയായി സുപ്രീം കോടതിയുടെ പുതിയ ഉത്തരവ്. ജപ്തി നടപടിയിലേക്ക് പോയാൽ സ്വത്ത് തിരിച്ചു പിടിക്കാൻ ഉടമസ്ഥർക്ക് സാധിക്കില്ലെന്നതാണ് 2016 സർഫസി നിയമ ഭേദഗതി. ഈ നിയമ ഭേദഗതി പ്രാബല്യത്തിൽ വരും മുമ്പ് വായ്പ എടുത്തവർക്കും ബാധകമാകുമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ജപ്തിയിലേക്ക് പോയ വസ്തുക്കൾ ലേലത്തിൽ തിരിച്ചുപിടിക്കാൻ കാത്തിരുന്നവർക്ക് അതിന് സാധിക്കാത്ത സ്ഥിതിവിശേഷം ഇതോടെ സംജാതമാകും. 2016 സർഫസി നിയമ ഭേദഗതി വരുന്നത്. ഇതിനു മുമ്പെടുത്ത വായ്പകൾക്കും ഈ നിയമ ഭേദഗതി ബാധകമാകുമെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. 2016 നിയമ ഭേദഗതി വരും മുമ്പ് വായ്പ എടുത്ത ആൾക്ക് ലേല നോട്ടീസ് പ്രസിദ്ധീകരിച്ചതിന് ശേഷവും ഈടുവച്ച സ്വത്ത് തിരിച്ചെടുക്കാൻ സാധിക്കുമായിരുന്നു. ലേല തീയതിക്ക് മുമ്പ് വരെ ഇത്തരത്തിൽ വസ്തു തിരിച്ചെടുക്കാമായിരുന്നു. വസ്തു ഈടുവച്ചയാളുടെ ഈ അവകാശമാണ് 2016 നിയമ ഭേദഗതിയോടെ ഇല്ലാതായത്. 2016 മുമ്പ് വായ്പ എടുത്ത ശേഷം ലേലത്തിലേക്ക് പോയ വസ്തുവുമായി ബന്ധപ്പെട്ട ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ നിർണായക ഉത്തരവ്. സർഫാസി നിയമവുമായി ബന്ധപ്പെട്ടുള്ള ചില അവ്യക്തതകൾ നീക്കി വ്യക്തത വരുത്താൻ കേന്ദ്ര ധനമന്ത്രാലയത്തോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. സർഫാസി നിയമത്തിലെ 2002 ചട്ടങ്ങളിലെ അവ്യക്തതയും നിയമപ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുവെന്നാണ് സുപ്രീം കോടതി കണ്ടെത്തൽ.